ഇഫ്താർ സമയങ്ങളിൽ നമ്മുടെ ടേബിളിൽ സാധാരണയായി കണ്ടുവരുന്നത് തണുത്ത വെള്ളവും ചിൽഡ് ജ്യൂസുമാണ്. ഇത് ശരിക്കും ദാഹമാണോ ശീലമാണോ? 15 മണിക്കൂർ ഫാസ്റ്റിങ്ങിന് ശേഷം നമ്മുടെ ബോഡി ഒരു ഡീപ്പ് ഡീഹൈഡ്രേഷൻ സ്റ്റേജിലായിരിക്കും. ഇങ്ങനെ ഒരു അവസരത്തിൽ ഒറ്റയടിക്ക് തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്റ്റൊമക്കിൽ ഒരു സഡൻ ഷോക്ക് ഉണ്ടാക്കുകയും സ്റ്റൊമക് ക്രാംസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത് ആസിഡിറ്റിക്കും ബ്ലോട്ടിങ്ങിനും കാരണമായേക്കാം. നോമ്പ് തുറക്കുന്ന അവസരത്തിൽ ഒറ്റയടിക്ക് വെറും വയറ്റിൽ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലുകൾ ഷ്രിങ്ക് ആവുകയും ഒരു ഇമ്മീഡിയറ്റ് മൈഗ്രെയിൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഭക്ഷണത്തോടൊപ്പം തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ അത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഡൈലൂട്ട് ചെയ്യുകയും ഭക്ഷണത്തിലുള്ള കൊഴുപ്പ് ഹാർഡായി മാറി നമ്മുടെ ഡൈജഷൻ സ്ലോ ആവുകയും ചെയ്യുന്നു. ഇത് പ്രോപ്പർ ന്യൂട്രീഷണൽ അബ്സോർപ്ഷൻ നടക്കാതിരിക്കുകയും പിറ്റേ ദിവസം നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ ക്ഷീണവും തളർച്ചയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് നോർമൽ ടെമ്പറേച്ചറോ ഇളം ചൂടുള്ള വെള്ളമോ കുടിക്കുവാൻ ശ്രമിക്കുക. ഒറ്റയടിക്ക് കുടിക്കുന്നതിന് പകരം സിപ്പായി കുടിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നല്ലതായിരിക്കും. അതിനുശേഷം ആചാരപ്രകാരം ഡ്രൈ ഡേറ്റ്സോ മറ്റ് ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സോ കഴിച്ചതിന് ശേഷം മീലിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഓർക്കുക, ഫാസ്റ്റിംഗ് കഴിഞ്ഞാൽ ചില്ലാവുകയല്ല വേണ്ടത്, മറിച്ച് അടുത്ത ദിവസത്തിനായി നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തുകയാണ് വേണ്ടത്.